നമസ്കാരം. തമിഴിൽ നിന്നും വന്ന ഗാങ്സ്റ്റർ ആക്ഷൻ ഡ്രാമ മണിരത്നം സംവിധാനം ചെയ്ത് കമലഹാസൻ, ചിമ്പു, തൃഷ, ജോജു, അഭിരാമി, അശോക് സെൽവൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയ തഗ് ലൈഫ്. സംഗീതം AR റഹ്മാൻ, ഛായാഗ്രഹണം RV K ചന്ദ്രൻ, എഡിറ്റിംഗ് ശ്രീകർ പ്രസാദ്. 250 കോടിക്കടുത്താണ് ബഡ്ജറ്റ് എന്നൊക്കെ കേട്ടിരുന്നു. ഒരു ചെറിയ പ്രതീക്ഷയെങ്കിലും ഈ സിനിമയിൽ വയ്ക്കുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ പക്ഷം. അഭിനേതാക്കൾക്കിടൂ, ടെക്നീഷ്യൻസ്ക്കിടൂ, അങ്ങനെ പ്രതീക്ഷകളോടെ തഗ് ലൈഫ് കാണാൻ പോയി ഒടുവിൽ ലൈഫിലെ ആ 2.25 മണിക്കൂറിനോർത്ത് വിഷമിക്കേണ്ടി വരുന്ന ഒരു കാഴ്ച. ഇന്ന് ഈ സിനിമയെക്കുറിച്ചാണ് നമ്മൾ മൺസൂൺ മീഡിയയിൽ സംസാരിക്കുന്നത്. 1994 നടക്കുന്ന ഒരു ഷൂട്ട് ഔട്ട് പരിപാടിയിലൂടെയാണ് ഈ സിനിമ തുടങ്ങുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് അത് ചിത്രീകരിച്ചിരിക്കുന്നതും. സത്യം പറഞ്ഞാൽ തുടക്കത്തിൽ ആ സീക്വൻസ് ഒക്കെ കൊള്ളാവുന്ന ഒരു പരിപാടി തന്നെയായിരുന്നു. പിന്നീട് കഥയുടെ വർത്തമാനത്തിൽ 2016 എത്തുമ്പോഴാണ് പ്രധാന കഥാപാത്രങ്ങളൊക്കെ നമ്മൾ വിശദമായി പരിചയപ്പെടുന്നത്. ഡൽഹിയിലെ ഗ്യാങ്സ്റ്ററായ രംഗരായ ശക്തിവേൽ, കൂടെയുള്ള അമരൻ, ശക്തിവേലിൻ്റെ ബന്ധുക്കൾ, ശത്രുക്കൾ. അങ്ങനെ ഒരു ഘട്ടത്തിൽ രംഗരായ ശക്തിവേലിന് ജയിലിലേക്ക് പോകേണ്ടി വരുന്നു. തുടർ സംഭവങ്ങളൊക്കെയാണ് ഈ ചിത്രം പറയുന്നത്. അപ്രതീക്ഷിത സംഭവങ്ങളെന്ന് സിനിമ ഏത് രീതിയിൽ പറയാൻ ശ്രമിച്ചാലും ഇത്രയും കാലത്തെ സിനിമ കണ്ടുള്ള പരിചയങ്ങൾ വെച്ച് ഇതൊക്കെ പ്രതീക്ഷിത സംഭവങ്ങൾ തന്നെയാണ് എന്ന് തിരിച്ചു പറയേണ്ടുന്ന സാഹചര്യമാണ് പ്രേക്ഷകൻ എന്ന നിലയിൽ. ട്രെയിലറിൽ തന്നെ ഏകദേശം സംഭവങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുമുണ്ട്. ഒരുപക്ഷെ സിനിമയുടെ കോർ എലമെൻ്റ് എന്താണ്, അതിൽ ആരൊക്കെ തമ്മിലാണ് ശത്രുപക്ഷത്തേക്ക് മാറുന്നത് എന്നൊക്കെ കൃത്യമായി പറഞ്ഞിട്ടുമുണ്ട്. അപ്പോഴും ആ യാത്രയെ ഇമോഷണലി മികച്ച രീതിയിൽ എത്തിക്കാനോ ഒരു ത്രില്ലിംഗ് അനുഭവമാക്കി മാറ്റാനോ ഒരു രീതിയിലും സാധിക്കുന്നില്ല. റിപ്പീറ്റ്, ഒരു രീതിയിലും സാധിക്കുന്നില്ല. ചില സീക്വൻസുകളൊക്കെ വരുമ്പോൾ ഇതൊന്ന് തീർന്നാൽ മതി എന്ന രീതിയിൽ വരെ പ്രേക്ഷകൻ്റെ ക്ഷമ പരീക്ഷിക്കുന്ന കഥ. തിയേറ്ററിൽ കയറിയ പ്രേക്ഷകൻ്റെ ലൈഫിനെ പരീക്ഷണത്തിന് വിധേയമാക്കുന്ന തഗ് ലൈഫ് അത് വല്ലാത്തൊരു കഥയാണ്. ആളുകൾ റിലീസ് ചെയ്ത് വിജയങ്ങൾ നേടുമ്പോൾ കോടികൾ മുടക്കി അതേ കഥ വീണ്ടും എടുത്ത് പ്രേക്ഷകന് പുതിയ കാലത്തെ പഴയ അനുഭവം സമ്മാനിക്കുന്ന കഥ. തഗ് ലൈഫ് ആ രീതിയിൽ കൂടെ അടയാളപ്പെടുത്തുമ്പോൾ മണിരത്നം സിനിമകളിൽ ഏറ്റവും താഴെ നിൽക്കുന്ന ഒരനുഭവം കൂടിയായി അത് മാറുന്നുണ്ട്. രംഗരായ ശക്തിവേൽ എന്ന പ്രധാന കഥാപാത്രമായിട്ട് എത്തുന്നത് കമലഹാസനാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് നമ്മൾ സിനിമ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള വലിയൊരു സ്പേസും സിനിമയിലുണ്ട്. തുടക്കത്തിലെ ഫ്ലാഷ് ബാക്ക് സീനിലെ ആ സംഭവം കൊള്ളായിരുന്നു, DIG പരിപാടിയൊക്കെ. കഥയുടെ വർത്തമാനത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗ്യാങ്സ്റ്റർ ആയിട്ടുള്ള ആൾ, ഭാര്യയോടുള്ള പ്രണയം, ഇന്ദ്രാണി എന്ന കഥാപാത്രമായിട്ടുള്ളൊരു ബന്ധമുണ്ട്, മകനെ പോലെ കാണുന്ന അമരൻ. അവിടെ നിന്നും ആ കഥാപാത്രത്തിൻ്റെ ഒരു ജേണി എന്നതിൽ വൈകാരികമായി ഒട്ടേറെ മൊമെൻറ്റ്സിലൂടെ കടന്നു പോകുന്നതുമുണ്ട്. പക്ഷേ സിനിമയിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ വീക്കായ കമൽഹാസനെയാണ്. ആ കഥാപാത്രത്തിൻ്റെ പ്രായം എന്നത് ഒരു സൈഡിലുണ്ട്, അപ്പോഴും ഒരു എനർജി എന്നത് വേണമല്ലോ. ഒന്നാമത് പ്രഡിക്റ്റബിളായ കഥ, സീരിയൽ ലെവൽ അവതരണം, അതിൻ്റെ ഇടയിൽ ഒരു എനർജിയും ഫീൽ ചെയ്യാത്ത പ്രധാന കഥാപാത്രത്തിൻ്റെ പ്രകടനം എന്ന് പറയുമ്പോൾ സിനിമ മൊത്തത്തിൽ വീക്കാവുന്നുണ്ട്. സിനിമയിൽ അല്പമെങ്കിലും ആശ്വാസമാകുന്നത് അമരനായെത്തുന്ന സിലംബരസനാണ്. വീണ്ടും ക്യാരക്ടർ ആർക്ക് അത്ര ഗംഭീരമൊന്നുമല്ല, ആ സ്പേസിലും കുറച്ച് മൊമെൻറ്റ്സ് ഒക്കെ അദ്ദേഹത്തിന് നമുക്ക് സമ്മാനിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയാം. രണ്ടാം പകുതിയിൽ കുറച്ച് കഴിയുമ്പോൾ അതും ഡൗൺ ആയി പോകുന്നുണ്ട്. തൃഷാകൃഷ്ണനാണ് ഇന്ദ്രാണി എന്ന കഥാപാത്രമായിട്ടെത്തുന്നത്. ശക്തിവേൽ എന്ന കഥാപാത്രമായിട്ടുള്ളൊരു ബന്ധമൊക്കെ തുടക്കത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ ആ സമയത്ത് കൊള്ളാമെന്ന് തോന്നി. പക്ഷേ പടം കണ്ടു കഴിഞ്ഞിട്ടും ശരിക്കും ഈ കഥാപാത്രം എന്താണ് എന്ന് പൂർണ്ണമായി മനസ്സിലായിട്ടുമില്ല. ആ രീതിയിലാണ് ആ കഥാപാത്രത്തെ എഴുതി വച്ചിരിക്കുന്നത്. പ്രകടനത്തിലാണെങ്കിലും മികച്ചത് എന്നൊരു ഫീലൊന്നും എവിടെയും സമ്മാനിച്ചില്ല. ജീവ എന്ന കഥാപാത്രമായിട്ട് എന്നത് അഭിരാമിയാണ്. ഇവിടെയും പ്രശ്നം വരുന്നത് ഈ ക്യാരക്ടർ ആർക്കിൽ തന്നെയാണ്. അവിടെ പ്രകടനം കൊണ്ട് അങ്ങനെ കാര്യമായി ലിഫ്റ്റ് ചെയ്യാനും അവർക്ക് സാധിക്കുന്നില്ല. മലയാളിയായ കഥാപാത്രമായിട്ട് തന്നെയാണ് ജോജു എത്തുന്നത്. പത്രോസ് എന്ന ക്യാരക്ടറായിട്ട് പ്രാധാന്യമുള്ള വേഷമാണെങ്കിലും 1-2 സീനുകളിലാണ് എനിക്ക് നല്ല രസമായിട്ട് അനുഭവപ്പെട്ടത്. ഒന്നത് ഭഗവതി പെരുമോളായിട്ട് സംസാരിക്കുന്ന ഒരു സീനിൽ, പിന്നെ റെയിൽവേ സ്റ്റേഷനിലെ ആ ഫൈറ്റ്, അതിന് തൊട്ട് മുന്നേയുള്ള സംഭാഷണങ്ങളൊക്കെ ഉള്ള സമയത്ത് ജോജു ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. രംഗരായ മാണിക്യമെത്തുന്ന നാസർ കുറച്ച് ബുദ്ധി ഉപയോഗിച്ചുകൂടെ എന്ന് നമുക്ക് അങ്ങോട്ട് ചോദിക്കാൻ തോന്നുന്ന രീതിയിലുള്ള കഥാപാത്രം അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈലിൽ തന്നെ ചെയ്തു വെച്ചിട്ടുമുണ്ട്. ഭഗവതി പെരുമാൾ, ഐശ്വര്യലക്ഷ്മി, ബാബുരാജ്, സഞ്ജന കൃഷ്ണമൂർത്തി തുടങ്ങിയവരൊക്കെയാണ് മറ്റ് വേഷങ്ങളിൽ സിനിമയിൽ എത്തിയിരിക്കുന്നത്. സന്യ മൽഹോത്ര ഒരു പാട്ട സീനിൽ ജസ്റ്റ് ഒന്ന് വന്നു പോകുന്നുണ്ട്. പിന്നെ അശോക് സെൽവൻ, നീയൊക്കെ ശരിക്കും പോലീസാണോ എന്ന് അങ്ങോട്ട് നമ്മളെ കൊണ്ട് ചോദിപ്പിക്കുന്ന വിധത്തിൽ എഴുതപ്പെട്ട കഥാപാത്രം, അതിനോട് നീതി പുലർത്തിയ പ്രകടനം എന്ന് വേണമെങ്കിൽ പറയാം. പ്രകടനത്തിൻ്റെ കാര്യത്തിൽ ഈ കഥാപാത്രങ്ങളെ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു സ്പേസ് കൂടെ പ്രധാനമാണല്ലോ. ഇപ്പോൾ പരാമർശിച്ച അഭിനേതാക്കളെല്ലാം ഗംഭീരമായി പെർഫോം ചെയ്തിട്ടുള്ളത് നമ്മൾ മുന്നേ പല സിനിമകളിലും കണ്ടിട്ടുള്ളതാണ്. തഗ് ലൈഫിലെത്തുമ്പോൾ ഇവരുടെ കഥാപാത്രങ്ങളുടെ സ്പേസ് എന്നത് തീർത്തും ശോകമാണ്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഡ്രാമ ആവശ്യത്തിൽ കൂടുതലുണ്ട്, പക്ഷേ ഇമോഷൻസ് എന്നതൊന്നും കൃത്യമായി ഡെവലപ്പ് ചെയ്തെടുക്കാൻ തിരക്കഥയ്ക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ വൈകാരികമായി പ്രേക്ഷകരിലേക്ക് എത്തേണ്ടുന്ന പ്രകടനങ്ങൾ പോലും സത്യം പറഞ്ഞാൽ കോമഡിയായി പോവുകയാണ്. അത് പെർഫോമൻസിൻ്റെ കുഴപ്പമല്ല, തിരക്കഥയുടെ കുഴപ്പമാണെന്നാണ് എനിക്ക് തോന്നിയത്. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ ഐശ്വര്യലക്ഷ്മിയുടെ കേസിലാണ്. സിനിമ കണ്ടവർക്ക് അത് അറിയാമെന്ന് വിചാരിക്കുന്നു. ആ കഥാപാത്രത്തിൻ്റെ അവസ്ഥ എന്നത് ശരിക്കും നമ്മളെ ടച്ച് ചെയ്യുന്നൊരവസ്ഥ തന്നെയാണ്. പക്ഷേ
അതുവരെ സിനിമ കൊണ്ടുപോയത് വെച്ച് പ്രകടനം കൊണ്ട് മാത്രം ഒരു രീതിയിലും ലിഫ്റ്റ് ചെയ്തെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് നമുക്ക് സിനിമയിൽ കാണാൻ സാധിക്കുന്നത്. AR റഹ്മാൻ സംഗീതം നൽകിയ പാട്ടുകൾ കൊള്ളാമായിരുന്നു. പശ്ചാത്തല സംഗീതവും സിനിമയിൽ പോസിറ്റീവായി തന്നെ അനുഭവപ്പെട്ട കാര്യമാണ്. എന്തെങ്കിലും ഒരു ഫാക്ടർ സിനിമയിലേക്ക് നമ്മളെ ആകർഷിക്കുന്നുണ്ട് എങ്കിൽ അതിൽ ആദ്യം പറയേണ്ടത് തീർച്ചയായും AR റഹ്മാന്റെ പേര് തന്നെയാണ്. വിഷ്വൽസ് റിച്ച് ആണെന്ന് പറയാം. ഈ കമലഹാസന്റെ DAG പരിപാടിയിലൊക്കെ നന്നായി വന്നിട്ടുമുണ്ട്. VFX വർക്കുകളൊക്കെ ഒരു ഓക്കെ ഫീൽ മാത്രമായിട്ടാണ് തോന്നിയത്. കമലഹാസന്റെ തന്നെ നായകൻ എന്ന സിനിമയുമായി അടുത്ത ബന്ധം തഗ് ലൈഫിനുണ്ട്. ആ സിനിമ ഒരു പുതിയ രീതിയിൽ റീക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം കൂടി ആയിരിക്കാം ഇതെന്ന് തോന്നുന്നു. ഗാങ്സ്റ്റർ ഡ്രാമ സിനിമകൾ പറഞ്ഞു തുടങ്ങിയ കാലം മുതൽ കണ്ടുവരുന്ന അതേ കഥ തന്നെയാണ് തഗ് ലൈഫിലും കൊണ്ടുവരുന്നത്. കഥാപാത്രങ്ങൾ അവരുടെ ഇമോഷൻസ് ഒക്കെ ആയി വലിയൊരു സ്പേസ് നമുക്ക് മുന്നിൽ കൊണ്ടുവരുന്നതുമുണ്ട്. ഒരു സംഭവത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് പോകുന്നു എന്നതിൽ ഒരു ഒഴുക്ക് എവിടെയും ഫീൽ ചെയ്യുന്നതുമില്ല. നായകന്റെ ഇമോഷൻസ് ഒരു വശത്ത്, പ്രതികാരം മറ്റൊരു വശത്ത് എന്നതിൽ കടൽ തീരത്ത് നിന്നും ഭാര്യയെ കണ്ടു കഴിഞ്ഞുള്ള സീനൊക്കെ സമയത്ത് തീർക്കണമല്ലോ, മാസ് BGM ഇട്ടാൽ പ്രേക്ഷകർ മിന്നായിക്കോളും എന്ന ചിന്തയിൽ നിന്നും ഉണ്ടായതാണെന്ന് തോന്നുന്നു. യമൻ ആൻഡ് ഫ്രണ്ടിഡ എന്ന് ഡയലോഗും വെച്ച് ശക്തിവേലിന്റെ യാത്രയാണ് ഈ സിനിമ. ഒരു ഘട്ടം കഴിയുമ്പോൾ പ്രേക്ഷകന് തന്നെ തോന്നും ആ ഫ്രണ്ടിനെ നമ്പാതെ എന്ന്. നേരത്തെ സൂചിപ്പിച്ചല്ലോ, തുടക്കം കഴിഞ്ഞ് വർഷം 2016 എത്തിക്കഴിയുമ്പോൾ ഏകദേശം കഥ എങ്ങനെയൊക്കെ പോകുമെന്നത് നമുക്ക് തന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഇന്റർവെൽ വരെ ഒരു വിധത്തിൽ പോയി. ഒരു നാടിനെയും നാട്ടുകാരെയും പണി ചെയ്തവന്മാരെയും പറ്റിച്ച ഒരു കാഴ്ച. ശരി, പക്ഷേ വർഷങ്ങളായി ഇത് പ്രേക്ഷകർ കാണുന്നുണ്ടല്ലോ എന്ന ചിന്ത ഇല്ലാതെ പോയിടത്തൊന്നും കഥാപാത്രം മഞ്ഞുമലയിൽ നിന്ന് വീണ മാതിരി സിനിമയുടെ ഗ്രാഫും താഴോട്ട് തന്നെയാണ്. കമലഹാസന്റെ മേക്കപ്പും ശോകമായിട്ടാണ് തോന്നിയത്. കോടികളും അഭിനേതാക്കളും മികച്ച ടെക്നീഷ്യൻസും ഒക്കെ ഉണ്ടായിട്ടും ഇതുപോലൊരു ഗാങ്സ്റ്റർ കഥ ഇറക്കിയതിൽ നമ്മൾ ആരോടാണ് പരാതി പറയേണ്ടുന്നത്? ഇന്ത്യൻ 3യുടെ ക്ഷീണം ഇതിലൂടെ മാറും എന്ന് കരുതി കയറിയിടത്ത് രണ്ടാം പകുതിയിൽ ഇത് താത്തയാകുമോ എന്നൊരു ഭയം കൂടെ ഈ ചിത്രം നൽകുന്നുണ്ട്. തീർത്തും നിരാശപ്പെടുത്തിയ ഒരു സിനിമ. നിങ്ങളും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നിരുന്നു. മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.